ക്രൂശിൽ കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ മൊഴി, ഇന്ന് നീ എന്നോട് കൂടി പർദീസിലിരിക്കും. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയുടെ വചനങ്ങളാണ് രണ്ടാമത്തെ മൊഴി. കാൽവരി ക്രൂശിൽ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ടുപേർ വലത്തും ഇടത്തുമായി അവരെ ക്രൂശിച്ചിരിക്കുകയാണ്. രണ്ടുപേരും തെറ്റു ചെയ്തവരാണ്. റോമ സാമ്രാജ്യം അവരുടെ തെറ്റുകൾക്ക് വിലയിരുത്തി ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. മരണത്തോടടുത്തിരിക്കുന്ന ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവർ ഈ ലോകം വിട്ട് എടുക്കപ്പെടും. എന്നാൽ അതിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതം ഭൂമിയിൽ അവസാനിക്കുന്ന അവസാന നിമിഷം രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പറുദീസ എന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവസാന നിമിഷം അവൻ അതിന് പ്രയോജനപ്പെടുത്തുകയാണ്. 3.5 വർഷ കാലഘട്ടമാണ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം. 3.5 വർഷക്കാലം ആ മനുഷ്യൻ ജയിലിലായിരുന്നോ പുറത്തായിരുന്നോ എന്നൊന്നും അറിയില്ല. ഏതായാലും ആ 3.5 വർഷക്കാലം യേശുവിന്റെ അരികിൽ വരാനോ യേശുവിന്റെ വചനം കേൾപ്പാനോ മാനസാന്തര അനുഭവത്തിലേക്ക് പ്രവേശിക്കാനോ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനോ കഴിയുന്നില്ല. ജീവിതത്തിന്റെ അവസാന നിമിഷം അതിന് സാധിക്കുന്നുണ്ട്. അത് ആ മനുഷ്യൻ പ്രയോജനപ്പെടുത്തുകയാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ലഭിക്കുന്ന ഏത് അവസരങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. ആ അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. വചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ, സൺഡേ സ്കൂളിന്റെ ഭാഗമായി മാറുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ, ഈ അവധിക്കാലത്ത് VBSന്റെ ഭാഗമായി മാറുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ, വചനം പഠിക്കുവാനും ദൈവത്തോട് ചേർന്നിരിപ്പാനും എല്ലാ ആരാധനകളുടെ ഭാഗമായി മാറുവാനും നമുക്ക് കഴിയണം. അത് നാം പ്രയോജനപ്പെടുത്തണം. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിലില്ല. ഏത് അവസരങ്ങളും രക്ഷയുടെ അനുഭവങ്ങളായി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം. മരണത്തോട് മല്ലടിക്കുമ്പോൾ യേശുവിനോട് ക്രൂശിക്കപ്പെട്ട ആ മനുഷ്യൻ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ അവസരങ്ങൾ നഷ്ടമായിട്ടില്ല. ഈ നിമിഷം തക്കത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെല്ലാവരും സഹായിക്കുമാറാകട്ടെ. ആമേൻ.